എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഏതായാലും നന്ദ ആകെ വിഷമിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. DGP പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം കേട്ടിട്ടില്ല എന്ന് നന്ദയുടെ ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ഗൗതത്തോട് മോഹിനി ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴും നിൻ്റെ മോള് എന്ന് പറയുന്നുണ്ട്, അതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പം ഗൗതം പറയുന്നുണ്ട്, ഗൗരി എൻ്റെ മകളാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതിന് ഒരു തെളിവിൻ്റെ ആവശ്യമില്ല എന്നാണ് ഗൗതം പറയുന്നത്. ഏതായാലും ഇതൊക്കെ കാണുമ്പം ഒന്നും മിണ്ടാതെ സങ്കടം സഹിച്ച് നിൽക്കുന്ന പിങ്കിയെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വൈകിട്ട് ഗൗരിമോളെ കിടത്തി ഉറക്കുന്ന ഗൗതത്തെയാണ് കാണിക്കുന്നത്. മോളുടെ കൂടെ തന്നെ കിടത്തി മോളെ ഉറക്കുന്നു. അന്തേക്ക് അങ്ങോട്ട് നന്ദുമോൻ വരുന്നുണ്ട്. അന്നേരം ശബ്ദം ഉണ്ടാക്കല്ലേ എന്നിങ്ങനെ ചുണ്ടേ കൈവച്ച് കാണിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദുമോനോട് കയറി വാ എന്ന് പറയുവാണ് കിടക്കാൻ. അവർ 3 പേരും കിടന്നു കഴിഞ്ഞ് പിങ്കിക്ക് പിന്നെ കിടക്കാൻ സ്ഥലമില്ല കേട്ടോ. കട്ടിലയിൽ ആകെ വിഷമത്തോടെ നോക്കി നിൽക്കുന്ന പിങ്കിയെ കാണിക്കുന്നുണ്ട്. ഇതാണ് പറയുന്നത്, നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ബലം പ്രയോഗിച്ചും കുതന്ത്രത്തിലൂടെയൊക്കെ വലിഞ്ഞേറി ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ടവർ വരുമ്പം അവിടുന്ന് മാറിക്കൊടുക്കേണ്ടി വരും. ഇത് പിങ്കിയുടെ ജീവിതത്തിൽ ഒരു പാഠമാവുകയാണ്.